എന്തൊരു ത്രില്ലിംഗ് മാച്ച് ആയിരുന്നു ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ലക്നോ സൂപ്പർ ജയൻസും തമ്മിൽ നടന്ന മത്സരം. മഴ തടസ്സപ്പെടുത്തി കളി. മഴ തടസ്സപ്പെടുത്തിയ കാരണം 20 ഓവർ എന്നുള്ളത് 19 ഓവറായിട്ട് ചുരുക്കി. ആദ്യം ബാറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ LSG 19 ഓവറിൽ 209 റൺസാണ് എടുത്ത് 3 വിക്കറ്റ് നഷ്ടത്തിൽ. നോക്കൂ, 56 ബോളിൽ 9 ഫോറിന്റെയും 9 മനോഹരമായ സിക്സറിന് ചേർത്ത് 111 റൺസ് എടുത്ത നമ്മുടെ മിച്ച് മാർഷിന്റെ മനോഹരമായ സെഞ്ചുറി. ദെൻ 38 റൺസ് എടുത്ത നമ്മുടെ നിക്കോളസ് പൂരൻ. ദെൻ 10 ബോളിൽ നിന്ന് 32 റൺസ് അവസാന ഓവറുകളിൽ എടുത്ത ഋഷഭ് പന്തിന്റെ സഹായത്തോടുകൂടി 209 റൺസ് എടുത്തു. ഡെക്വർത്ത് ലൂയിസ് പ്രകാരം RCBക്ക് ജയിക്കാൻ 213 റൺസ് 219 ഓവറിൽ. പക്ഷെ തുടക്കം വളരെ മോശമായിരുന്നു. നമ്മുടെ ജേക്കബ് ബത്തേലും നമ്മുടെ കോഹ്ലി 0 ഔട്ടായി. നോക്കൂ, അപ്പോഴാണ് നമ്മുടെ ക്യാപ്റ്റൻ രജത് പട്ടിദാറിന്റെ വരവ്. 3 ഫോറും 6 സിക്സും 31 ബോളിൽ 61 റൺസ്. അത് കഴിഞ്ഞിട്ട് 34 റൺസ് എടുത്ത ദേവദത്ത് പടിക്കൽ. 17 ബോളിൽ നിന്ന് 40 റൺസ് അടിച്ച ടിം ഡേവിഡ്. സ്കോർ 203 അടിക്കാനേ അവർക്ക് പറ്റിയുള്ളൂ 19 ഓവറിൽ. നല്ല മത്സരം, ത്രില്ലിംഗ് മാച്ച് ആയിരുന്നു. പക്ഷേ ഈ മാച്ചിന്റെ ജയപരാജയങ്ങൾ പോയിന്റ് ടേബിളിനെ ഒരു തരത്തിലും ബാധിച്ചില്ല. 1-ാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് തന്നെ, 2-ാം സ്ഥാനത്ത് പഞ്ചാബ്, 3-ാം സ്ഥാനത്ത് RCB, 4-ാം സ്ഥാനത്ത് RR, 5-ാം സ്ഥാനത്ത് GT, ദെൻ 6-ാം സ്ഥാനത്ത് CSK ചെന്നൈ, ദെൻ 7-ാം സ്ഥാനത്ത് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽ, 8-ാം സ്ഥാനത്ത് നമ്മുടെ KKR, 9-ാം സ്ഥാനത്ത് മുംബൈ, 10-ാം സ്ഥാനത്ത് ലക്നൗ. പക്ഷെ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം, അതായത് ഡൽഹി ക്യാപിറ്റലും നമ്മുടെ 7-ാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റലും 8-ാം സ്ഥാനത്തുള്ള KKR. ഇന്ന് KKR ജയിക്കുകയാണെങ്കിൽ KKR ഒരു സ്ഥാനം മുന്നേറി 7-ാം സ്ഥാനത്തേക്ക് എത്തും.